ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്പർ മോട്ടർ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടറിൽ പെർമനന്റ് മാഗ്നറ്റിക് സ്റ്റെപ്പർ മോട്ടർ, വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ, അതിലെ സിംഗിൾ സ്റ്റാക്ക് സ്റ്റെപ്പർ മോട്ടർ വരെ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് മൾട്ടി സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ. വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിന്റെ വർക്കിങ്ങും അതിന്റെ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ സിംഗിൾ സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. റിലക്റ്റൻസ് മിനിമം മാർക്ക് കിട്ടുന്ന രീതിയിലാണ് റോട്ടറും സ്റ്റാറ്ററും അലൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൾട്ടി സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. പേരിൽ തന്നെ ഉണ്ട് മൾട്ടി സ്റ്റാക്ക്, സിംഗിൾ സ്റ്റാക്ക്. അഥവാ ഇതിന്റെ റോട്ടർ ഇതിന്റെ മോട്ടർ എന്തായിട്ടുണ്ടാവും, അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെന്റ് സ്റ്റാക്ക് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പൊ എം നമ്പർ, ഇപ്പൊ എം സ്റ്റാക്ക് മോട്ടർ ആണ്. ഇപ്പൊ മൾട്ടി സ്റ്റാക്ക് ആണെങ്കിൽ 3 സ്റ്റാക്ക് ആകാം, 4 സ്റ്റാക്ക് ആകാം, 5 സ്റ്റാക്ക് ആകാം, എത്രയാവാം. ജനറലി 3 സ്റ്റാക്ക് മോട്ടോഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു എം നമ്പർ ഓഫ് സ്റ്റാക്ക് മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് മോട്ടറിന് എന്തായിട്ടുണ്ടാവും, എം നമ്പർ ആയിട്ട് മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് സെക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ആക്സിയൽ ലെങ്ത്തിന് എലോങ് ആയിട്ട്. അപ്പോൾ ഇവിടെ 3 സ്റ്റാക്ക് ആണ്. ഇപ്പൊ 3 സ്റ്റാക്ക് കണ്ടില്ലേ, എ ബി സി 3 സ്റ്റാക്ക് ആയിട്ട് ആ മോട്ടറിന് എന്ത് ചെയ്തു, അതിന്റെ ആക്സിസിൽ ഡിവൈഡ് ചെയ്ത് വെച്ചു. അങ്ങനെ എം നമ്പർ ഓഫ് സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ എം നമ്പർ ആക്കിയിട്ട് എന്ത് ചെയ്ത് വെക്കും, ഡിവൈഡ് ചെയ്ത് വെക്കും. ഓക്കെ. സ്റ്റാറ്റർ എന്തായിരിക്കും, ഒരൊറ്റ കോമൺ ഫ്രെയിം ആയിരിക്കും. 3 റോട്ടർ ഇങ്ങനെ അതിന്റെ ആക്സില് 3 സ്റ്റാക്ക് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ സ്റ്റാറ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ ആയിരിക്കും ഈ 3 സ്റ്റാക്ക് വരിക. ഇല്ലേ, ഇതാണ് സ്റ്റാറ്റർ. ഒരൊറ്റ ഫ്രെയിമാണ്, ആ ഫ്രെയിമിൽ തന്നെ ആണ് ഈ 3 എയും സ്റ്റാക്ക് എയും സ്റ്റാക്ക് ബിയും സ്റ്റാക്ക് സിയും വന്നിട്ടുള്ളത്. ഇതിന് മൾട്ടി സ്റ്റാക്കിൽ പ്രത്യേകത, സ്റ്റാറ്ററിനും റോട്ടറിനും നമ്പർ ഓഫ് പോൾസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ സ്റ്റഡി ചെയ്യാൻ എടുത്തിട്ടുള്ളത് 4 പോൾ സ്റ്റാറ്റർ ആൻഡ് റോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ പോൾ പിച്ച് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റാക്കിലെയും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 30 ഡിഗ്രി ആയിരിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു എം സ്റ്റാക്ക്, ഇപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എം സ്റ്റാക്ക് മോട്ടർ എന്ന് വിചാരിക്കാം. അപ്പോ ഓരോ റോട്ടർ പോൾസിനെ എങ്ങനെ അലൈൻ ചെയ്യുന്ന വെച്ചാൽ 1/m ഓഫ് ദി പോൾ പിച്ച് നമുക്ക് പറയാം. 1/m ഓഫ് ദി പോൾ പിച്ച് ഫ്രം വൺ ടു അനദർ. ഓരോ സ്റ്റാക്കുകളും തമ്മിൽ റോട്ടർ പോൾസിൽ ഉണ്ടാവുന്ന അലൈൻമെന്റ് ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 1/m ഓഫ് പോൾ പിച്ച് ആയിരിക്കും. ഇവിടെ നമ്മുടെ 3 സ്റ്റാക്ക് ആയതുകൊണ്ട് 1/3 ഓഫ് 90 ഡിഗ്രി. പോൾ പിച്ച് 90 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 90/3 എത്ര, 30 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഓരോ മെഷീനും അതിനനുസരിച്ച്. ഇപ്പൊ 60 ഡിഗ്രി ആണ് പോൾ പിച്ച് എങ്കിൽ അതിന്റെ 80 ഡിഗ്രി ആണ് പോൾ പിച്ചിന് സിമ്പിൾ കണക്ക് എടുക്കാം. 80 ഡിഗ്രി ആണ്. 4 സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 1/4 into 8 എത്രയായിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും അതിന്റെ അലൈൻമെന്റ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അലൈൻമെന്റ് വരുന്നത്. എങ്ങനെയാ, 1/m ഓഫ് ദി പോൾ പിച്ച് ആണ് അതിന്റെ അലൈൻമെന്റ് വരാം, റോട്ടറിന്റെ അലൈൻമെന്റ് വരാം. ഓക്കെ, അതിന്റെ വർക്കിങ്ങിലേക്ക് നോക്കാം. ഫിഗർ ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൊണ്ടില്ല 3 സ്റ്റാക്ക്. ഇപ്പൊ സ്റ്റാക്ക് എ ആണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നത് 4 പോൾ ആണ്. സ്റ്റാറ്ററും റോട്ടറും സെയിം നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും, രണ്ടും 4 ആയിരിക്കും. ഈ സ്റ്റാക്ക് എ സ്റ്റാക്ക് ബി അത് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാണ്, 30 ഡിഗ്രി ആയിരിക്കും. ഇത് സ്റ്റാക്ക് ബി സി, അത് വീണ്ടും 30 ഡിഗ്രി കൂടി അലൈൻമെന്റ് വന്നു. ടോട്ടൽ 60 ഡിഗ്രി.
ഇങ്ങനെയായിരിക്കും 3 സ്റ്റാക്കും അലൈൻ ചെയ്ത് വെക്കാം. പിന്നെ ഇതിന് വർക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റാറ്റർ വൈൻഡിങ്സിലും നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യൽ ഡയഗ്രാം കണ്ടിട്ടുണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിൽ അല്ലെ ഒരൊറ്റ ഫ്രെയിമിലാണ് എല്ലാ സ്റ്റാറ്റുകളും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാറ്റർ സ്റ്റാക്കിങ്ങിലും സൈമൾട്ടേനിയസ്ലി ആയിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുക. അതുകൊണ്ട് തന്നെ number of stator phases is equal to number of stator stack. Okay. Winding നോക്കാം, പിന്നെ വർക്കിംഗ് നോക്കാം. When a phase winding on stack A is energized, stack A ന്റെ phase winding energized. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് നോർത്ത് സൗത്ത് പോൾ എന്തെയും അലൈൻ ചെയ്യും. അപ്പോൾ നമ്മള് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ ആയതുകൊണ്ട് തന്നെ റോട്ടർ പോൾ എങ്ങനെ അലൈൻ ചെയ്യാം? അതിന്റെ റിലക്റ്റൻസ് പാത്ത് മിനിമം കിട്ടുന്ന രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക. അപ്പോൾ തീറ്റ ഈക്വൽ 0 ഡിഗ്രി ആയിരിക്കും. നേരത്തെ എ ഡി എനർജൈസ് ചെയ്തിട്ട് സ്റ്റാക്ക് ബി എനർജൈസ് ചെയ്യും. സ്റ്റാക്ക് എനർജൈസ് ചെയ്തിട്ട് സ്റ്റാക്ക് ബി എനർജൈസ് ചെയ്യും. അപ്പൊ റോട്ടർ പോൾ എന്ത് ചെയ്യും? മിനിമം റിലക്റ്റൻസ് കിട്ടുന്ന രീതിയിൽ 30 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. 30 ഡിഗ്രി ആയി. അടുത്ത സ്റ്റാക്ക് ബി ഡി എനർജൈസ് ചെയ്തിട്ട് സ്റ്റാക്ക് സി എനർജൈസ് ചെയ്യും. അപ്പൊ റോട്ടർ പോൾ മിനിമം റിലക്റ്റൻസ് കിട്ടുന്ന രീതിയിൽ അലൈൻ ചെയ്യും. ഹീറ്റ് എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വീണ്ടും സ്റ്റാക്ക് എ, സ്റ്റാക്ക് ബി, സ്റ്റാക്ക് സി, അങ്ങനെയാണ് അതിന്റെ എനർജൈസിങ് എന്ത് ചെയ്യാം വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് മോട്ടറാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിന്റെയും കൂടി ഹൈബ്രിഡ് വേർഷൻ. ആ പേര് തന്നെ ഉണ്ട്, ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുക. അപ്പോ പെർമനന്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറും വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറും കൂടി ചേർന്ന് അതിന്റെ രണ്ടിന്റെയും പ്രിൻസിപ്പിളും കൂടി കമ്പൈൻ ചെയ്തുണ്ടാക്കിയ മോട്ടറാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിൽ റോട്ടർ ഫ്ലക്സ് എന്ത് ചെയ്യും? റോട്ടർ പെർമനന്റ് മാഗ്നറ്റ് റോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അത് റോട്ടർ ഫ്ലക്സ് എന്ത് ചെയ്യും? അത് പെർമനന്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഫ്ലക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പെർമനന്റ് മാഗ്നറ്റ് അതാണ് റോട്ടറിന്റെ സെൻട്രലായിട്ട് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവുക. ആ ഒരു റോട്ടർ പോളിന് ചുറ്റും ഒരു സോഫ്റ്റ് ടൂത്ത് ലാമിനേഷൻസ് ഉണ്ടാവും. ടൂത്ത് ആയിരിക്കും. അപ്പൊ അതാണ് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. അതാണ് ഫിഗർ, കണ്ടില്ലേ? ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിന്റെ ഫിഗർ ആണ്. ഇതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് ചുറ്റും റോട്ടർ ഉണ്ട് അല്ലെ? റോട്ടർ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് പെർമനന്റ് മാഗ്നറ്റ് റോട്ടറിന്റെ സെൻട്രലായിട്ട് വെച്ചിട്ടുണ്ടാവും. അതിന് ചുറ്റും ടൂത്ത് ഉണ്ട്, സ്റ്റാറ്റർ ഉണ്ട്. ഇതാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിന്റെ ബേസിക് ഫിഗർ. അതിന്റെ വർക്കിംഗ് നോക്കാം. എങ്ങനെയാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. അതിന്റെ സ്റ്റാറ്റർ വൈൻഡിങ്, റോട്ടർ. ഫേസ് എ ഫസ്റ്റ് എന്ത് ചെയ്തു? എനർജൈസ് ചെയ്തു. അപ്പോ ഇവിടെ നോർത്ത് പോൾ ഉണ്ടായി, ഇവിടെ സൗത്ത് പോൾ ഉണ്ടായി. അപ്പൊ എന്തുണ്ടാവും? റോട്ടറിൽ പെർമനന്റ് മാഗ്നറ്റ് ആണ് ഉള്ളത്. അപ്പൊ റോട്ടറിൽ പോൾസ് ഉണ്ട്. സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന രീതിയിലായിരിക്കും റോട്ടർ ഉണ്ടാവുക. കാരണം അതിൽ മാഗ്നറ്റ് ഉണ്ടായത് കൊണ്ട്. അപ്പോ റോട്ടറിന്റെ സൗത്ത് പോളും സ്റ്റാറ്ററിന്റെ നോർത്ത് പോളും തമ്മിൽ അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും റോട്ടർ കറങ്ങുക. അപ്പൊ ഇവിടെ നോർത്തും സൗത്തും തമ്മിൽ അട്രാക്ട് ചെയ്തു, നോർത്തും സൗത്തും തമ്മിൽ അട്രാക്ട് ചെയ്തു. അപ്പൊ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആയിരിക്കും ആ ഇനീഷ്യൽ കണ്ടീഷനിൽ നിൽക്കുക, റോട്ടറിന്റെ അലൈൻമെന്റ് നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ്
ഇനി ഫേസ് എ ഡി എനർജൈസ് ചെയ്തു, അതിന്റെ കണക്ഷൻ ഓഫ് ആക്കി. ഫേസ് ബി എനർജൈസ് ചെയ്തു. ഓക്കെ, ഫേസ് ബി എനർജൈസ് ചെയ്തു. അപ്പൊ അതിൽ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായി. ഇവിടെ B1 ഈ ഭാഗത്ത് നോർത്ത് പോളും ഈ ഭാഗത്ത് സൗത്ത് പോളും ഉണ്ടായി. അപ്പൊ റോട്ടർ എങ്ങനെ അലൈൻ ചെയ്യും? റോട്ടറിന്റെ പോള് സൗത്ത് പോളും നോർത്ത് പോളും തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലും ഇത് സൗത്ത് പോളും നോർത്ത് പോളും തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അലൈൻ ചെയ്യുക. അങ്ങനെ അലൈൻ ചെയ്യണമെങ്കിൽ റോട്ടർ കുറച്ച് നേരം റൊട്ടേറ്റ് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. റോട്ടറിന്റെ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആയി. ഓക്കെ, ബി എനർജൈസ് ചെയ്തിട്ട് വീണ്ടും എ എനർജൈസ് ചെയ്തു. അപ്പൊ ഇവിടെ സൗത്ത് പോൾ ഉണ്ടായി, ഇവിടെ നോർത്ത് പോൾ ഉണ്ടായി. അപ്പൊ റോട്ടറിന്റെ നോർത്ത് പോള് ഈ സൗത്ത് പോൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഈ സൗത്ത് പോൾ നോർത്ത് പോൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ റോട്ടർ ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ 30 ഡിഗ്രി കൊണ്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ടോട്ടൽ ഫേസ് ആംഗിൾ 60 ഡിഗ്രി കിട്ടും. അപ്പൊ ഇങ്ങനത്തെ രീതിയിലാണ് ഇതെന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പോ ആദ്യം 0 ഡിഗ്രി, പിന്നെ 30 ഡിഗ്രി, പിന്നെ 60 ഡിഗ്രി, ഇങ്ങനെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്ത് പോകും. ഇത് പെർമനന്റ് മാഗ്നറ്റിന്റെയും റിലക്റ്റൻസ് മോട്ടറിന്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വെർഷൻ ആണ് ഈ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. ഇതിൽ പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിന്റെ തന്നെ അഡ്വാൻറ്റേജ്. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെരി സ്മോൾ സ്റ്റെപ്പ് ആംഗിൾ അപ് ടു 1.8 ഡിഗ്രി. അപ്പോ സ്റ്റെപ്പ് ആംഗിൾ ഭയങ്കര കുറവായിട്ടാണ് ഈ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ നമുക്ക് അപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. സ്റ്റെപ്പ് ആംഗിൾ മിനിമം ഉള്ള സ്ഥലത്ത് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് ഹയർ ടോർക്ക് പെർ യൂണിറ്റ് വോളിയം. വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ, വേരിയബിൾ റിലക്റ്റൻസ് മോട്ടറും പെർമനന്റ് മാഗ്നറ്റ് മോട്ടറും കൂടി കമ്പൈൻ ചെയ്താണല്ലോ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. അപ്പൊ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടറിനേക്കാളും ടോർക്ക് പെർ യൂണിറ്റ് വോളിയം ഭയങ്കര കൂടുതലാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. ഇപ്പൊ ടോർക്ക് കൂടുതലുള്ള സ്ഥലത്ത് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടറിന് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി, അഥവാ ഡിസ്റ്റന്റ് ടോർക്ക്. അക്കാലത്തിൽ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിസ്റ്റന്റ് ടോർക്ക് എന്ന പ്രോപ്പർട്ടി, അഥവാ ഒരു പാർട്ടിൽ മാത്രം നമുക്ക് മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു നിശ്ചിത പാർട്ടിൽ നമുക്ക് മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും, ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിയും കൂടി ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിന്. ഇതിന് 3 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, സ്റ്റെപ്പ് ആംഗിൾ വളരെ കുറവാണ്, വെരി സ്മോൾ സ്റ്റെപ്പ് ആംഗിൾ. അതുപോലെ തന്നെ ഹയർ ടോർക്ക് പെർ യൂണിറ്റ് വോളിയം. അതുപോലെ തന്നെ മോട്ടർ ഹാസ് സം ഡിസ്റ്റന്റ് ടോർക്ക് is absent in variable reluctance motor. Okay, ഇത് 3 അഡ്വാൻറ്റേജസ് ആണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിന്. അപ്പോൾ ഇന്ന് ഈ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പഠിക്കുക. ഇന്ന് നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്തത് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടറും അതിന്റെ വർക്കിങ്ങും അതുപോലെ തന്നെ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ലീനിയർ സ്റ്റെപ്പർ മോട്ടറും അതിന്റെ കമ്പാരിസൺ ഒക്കെ, അതേപോലെ മോട്ടേഴ്സിന്റെ കമ്പാരിസണും അതിന്റെ കൺട്രോളിങ്, സ്റ്റെപ്പർ മോട്ടറിന്റെ കൺട്രോളിങ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.